നമസ്കാരം. ഡോക്ടർ ക്യൂവിലേക്ക് സ്വാഗതം. കഴിക്കാനും കുടിക്കാനും ആവശ്യത്തിനുണ്ടായിട്ടും വിളർച്ചാരോഗം അഥവാ അനീമിയ ഉള്ളവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ആ വർധനവിനെ തടയുവാനായി ഇപ്പോൾ രാജ്യമൊട്ടാകെ ബോധവൽക്കരണ പരിപാടികളും നടക്കുന്നുണ്ട്. ദേശീയ ആയുർവേദ ദിനമായ ഇന്ന് പോഷണത്തിന് ആയുർവേദം എന്ന വിഷയമാണ് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത്. ആയുർവേദ ഡോക്ടർ ഷർമദ് ഖാനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. പ്രേക്ഷകർക്കും വിളിക്കാം. സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. ഡോക്ടർ, പോഷണത്തിന് ആയുർവേദം എന്നാണല്ലോ ഈ വർഷത്തെ നമ്മുടെ സന്ദേശം. അപ്പോൾ അനീമിയ കുട്ടികളിലും സ്ത്രീകളിലും കൂടുതലായി കണ്ടുവരുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? ഇന്ന് 6ാമത് ദേശീയ ആയുർവേദ ദിനമാണ്. പോഷണത്തിന് ആയുർവേദം എന്ന് പറയുന്ന പ്രചരണ പരിപാടികൾ ദേശീയ തലത്തിലും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തവണത്തെ ദേശീയ ആയുർവേദ ദിനം പോഷണത്തിന് ആയുർവേദം എന്നുള്ള വിഷയം തന്നെ എടുക്കുവാൻ കാരണം. നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് അർബൻ മേഖലയിലെങ്കിലും ഉള്ളത്. എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് അർബൻ മേഖലയിൽ തന്നെ പോഷണമില്ലാത്ത കുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കുഴപ്പങ്ങളും ഭക്ഷണത്തിന്റെ ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് പലപ്പോഴും അവർ നൽകുന്ന ഭക്ഷണം എന്നുള്ള പദത്തിനർഹമായിട്ടുള്ള സാധനങ്ങൾ ഭക്ഷണത്തിന്റെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നില്ല, ഭക്ഷണത്തിന്റെ ഗുണങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓരോരുത്തർക്കും ഭക്ഷണത്തെ ദഹിപ്പിക്കുവാനുള്ള കപ്പാസിറ്റിക്ക് വ്യത്യാസമുണ്ട്. അതുപോലും നോക്കിയല്ല നമ്മൾ കുട്ടികൾക്കുൾപ്പെടെ ഭക്ഷണം നൽകുന്നത്. അതുകൊണ്ടും നിരവധി രോഗങ്ങൾ കൊണ്ടുമാണ് വിളർച്ച രോഗം അഥവാ അനീമിയ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാളൊക്കെ ഭേദമാണ് സാധ്യമായിട്ടുള്ള ശരീരത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള പ്രാദേശികമായി ലഭിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്ന ചില ഗ്രാമീണ മേഖലകളിലെ കുട്ടികൾക്ക് എന്ന് പറയേണ്ടി വരും. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഗർഭം എന്നുള്ള ആ അവസ്ഥയിൽ ആയിരിക്കുന്നത് കൊണ്ട് ഹീമോഗ്ലോബിൻ ലെവൽ കുറഞ്ഞിട്ട് അനീമിയ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം. ചില രോഗങ്ങൾ ഉള്ളവരിൽ, ഇന്റേണൽ ബ്ലീഡിംഗ് ഉള്ളവരിൽ, മറ്റു ചില രോഗാവസ്ഥകളിലുള്ളവർക്കൊക്കെ വേംസ് പോലും, ഈ കുടലിൽ കാണുന്ന വിരകൾ പോലും ഈ അനീമിയ എന്ന് പറയുന്ന ഒരു രോഗത്തെ ഉണ്ടാക്കാവുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നു എന്റെ കുട്ടി എന്ന് പറയുന്നവർക്ക് പോലും ശരിയായിട്ടുള്ള ഒരു രോഗപ്രതിരോധ ശേഷിയോ രോഗങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനുള്ള ഒരു പ്രത്യേക ആരോഗ്യ അവസ്ഥയോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന പ്രധാന കാര്യം. ഡോക്ടർ, ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുത്താൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഭക്ഷണക്രമത്തിലടക്കം കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കുട്ടികൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നല്ല നിറവും മണവും രുചിയും പരസ്യവും ഒക്കെ ഉള്ള ആഹാരങ്ങളോടാണ് കൂടുതൽ പ്രതിപത്തി കാണിക്കുന്നത്. അവർ ബിസ്ക്കറ്റ്, ബ്രെഡ്, കേക്ക് പോലെയുള്ള ആഹാരങ്ങളോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നു. അതുതന്നെ രക്ഷകർത്താക്കൾ വാങ്ങി നൽകുന്നു. കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ പോഷണം എന്ന് പറയുന്നതിന് അവരുടെ ശാരീരിക ആരോഗ്യ അവസ്ഥയെ കൂടി പരിഗണിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്, നല്ല മെലിഞ്ഞിരിക്കുന്ന ഒരാളിൽ പാല് കൊടുക്കുന്നത് പോഷണത്തിന് ഉപകാരപ്പെടുമെങ്കിൽ, പോഷണം ഉണ്ടാക്കുവാൻ സഹായിക്കുമെങ്കിൽ, നല്ല തടിച്ചൊരു കുട്ടിക്ക് മോര് കൊടുത്ത് അവർക്കുണ്ടായിരിക്കുന്ന പോഷണത്തെ കുറയ്ക്കുകയാണ് വേണ്ടത്. അതുപോലെ നെയ്യ് കൊടുക്കുന്നത് കുട്ടികളെ സംബന്ധിച്ച് പോഷണത്തിനും രോഗപ്രതിരോധത്തിനും നല്ലതാണ്. തേൻ കൊടുക്കുന്നത് നല്ലതാണ്. സസ്യാഹാരത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതാണ് നല്ലത്. ധാന്യാഹാരങ്ങൾ കഴിക്കുമ്പോൾ അത് തവിടുള്ളതും ഉമിയുള്ളതും കൊടുക്കുവാനുമാണ് ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം വെജിറ്റബിൾസ്, ഇലക്കറികൾ, അതുപോലെ തന്നെ മാംസാഹാരത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം സസ്യാഹാരത്തിന് കൊടുക്കണം. മാംസാഹാരം തന്നെ കൊടുക്കുമ്പോൾ കരിച്ചതും പൊരിച്ചതും കൊടുക്കുന്നത് കുറച്ചിട്ട് അത് കറി വെച്ച് കൊടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സമയത്ത് കൊടുക്കണം, വിശപ്പ് അറിഞ്ഞു കൊടുക്കണം. ഇതൊന്നുമല്ല നമ്മൾ ശീലിച്ചു പോകുന്നത്. ആവശ്യത്തിലേറെ ഫുഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു പരമാർത്ഥവും കൂടി ഇക്കാര്യത്തിലുണ്ട്. സർക്കാർ പല സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അംഗൻവാടികളിൽ പഠിക്കുന്നവർക്ക്, സ്കൂളിൽ സൗജന്യ ഭക്ഷണം കൊടുക്കുന്നവർക്കൊക്കെ തന്നെ വീട്ടിൽ നിന്ന് വീണ്ടും കൂടുതൽ ഭക്ഷണം കൊടുത്ത് അവരുടെ അഗ്നിബലം അഥവാ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി കുറച്ചു കളയുന്നത് കാരണം രോഗാവസ്ഥയാണ് ഉണ്ടാകുന്നത് ആരോഗ്യാവസ്ഥയേക്കാൾ എന്നുള്ള ഒരു അവസ്ഥ കൂടി നിലവിൽ കുട്ടികളിൽ കാണുന്നുണ്ട്. ഓരോരുത്തരുടെയും ആരോഗ്യം അറിഞ്ഞ്, നിലവിലുള്ള പ്രകൃതം അറിഞ്ഞ്, അവരുടെ ആവശ്യം അറിഞ്ഞ് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടിയിട്ട് രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡോക്ടർ, ഇപ്പോൾ അശോകൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. അശോകൻ, സംസാരിച്ചോളൂ. ഹലോ അശോകൻ, ചോദിച്ചോളൂ. ഹലോ, എനിക്ക് സൈഡ് വേദനയുണ്ട്. 2 സൈഡ് വേദനയാണ്. പിന്നെ എല്ലാ സ്ഥലത്തും ഞാൻ ജോലിക്കൊന്നും തിരിഞ്ഞില്ല. അങ്ങനെ ലാസ്റ്റ് ഇപ്പൊ നേരത്തെ സുഖമുണ്ട്. പക്ഷേ ആയുർവേദത്തിൽ എന്തെങ്കിലും മരുന്നുണ്ടോ സാറേ? അശോകൻ, എവിടെയാ വേദന എന്ന് പറഞ്ഞ്?
നടുവേദന, സൈഡ് വേദന, നെഞ്ചുവേദന വന്നേ, പിന്നെ സൈഡിനായി, പിന്നെ പല സ്ഥലത്തുനിന്നും ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും മാറി മാറി വേദന വന്നേ. ഓക്കെ. നടുവേദനയുള്ളവർ അതിന്റെ കൂട്ടത്തിൽ ചിലപ്പോൾ കഴുത്തുവേദനയും പറയും. നടുവിന്റെ ഭാഗത്ത് നിന്ന് കാലിലേക്കുള്ള കഴപ്പും പെരുപ്പും പറയാറുണ്ട്. കഴുത്തിന്റെ ഭാഗത്താണെങ്കിൽ അത് തോളിനും കൈകളിലേക്കും കഴപ്പും പെരുപ്പും പറയാറുണ്ട്. ഇവയൊക്കെ തന്നെ ഈ പോഷണവുമായി നമ്മൾ ബന്ധപ്പെട്ട് പറയുമ്പോൾ ആവശ്യത്തിനും ടൈമിലി ഫുഡും ആണോ കഴിക്കുന്നത് എന്ന് നോക്കണം. ഒരുപാട് കഴിച്ചാലും, ധാന്യാഹാരം കൂടുതൽ കഴിച്ചാലും, അതുപോലെ തണുത്ത ആഹാരങ്ങൾ കഴിച്ചാലും, തണുപ്പ് കൂടുതൽ അടിച്ചാലും വേദനകളെല്ലാം വർദ്ധിക്കാം. രാത്രി കിടക്കുന്നതിന് ഒരു 1.5 മണിക്കൂറെങ്കിലും മുമ്പ് തന്നെ ഭക്ഷണം കഴിക്കുവാൻ ശ്രദ്ധിക്കണം. കിടക്കാൻ നേരത്ത് ലേശം ചെറിയ ചൂടുള്ള വെള്ളം കുടിച്ചുകൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. തണുത്ത ആഹാരമോ തണുത്ത വെള്ളമോ ഒന്നും തന്നെ കുടിക്കാതിരിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴുള്ള കുട്ടികളിലും മുതിർന്നവരും സ്ത്രീകളിലും ഒക്കെ തന്നെ കാണുന്ന ഒരു പ്രധാന വിഷയമാണ് കാൽഷ്യത്തിന്റെ കുറവും അതോടൊപ്പം വൈറ്റമിൻ D3യുടെ കുറവും. ഇതൊക്കെ ഒരു 10-18 വയസ്സ് വരെ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടുമെങ്കിലും പിന്നീട് അത് നമുക്ക് ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇപ്പൊ മധുരം കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്കും കാൽഷ്യത്തിന് അളവ് കുറയുകയും, അതായത് ഡെഫിഷ്യൻസി വരികയും അസ്ഥികൾക്ക് ബലക്കുറവ് വരികയും ചെയ്യും. ഈ അസ്ഥികളുടെ ബലക്കുറവും തേയ്മാനവും ഒക്കെ മറ്റു രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് തുടക്കത്തിലെ തന്നെ നല്ല ആഹാരം കഴിച്ച് അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ ആഹാരത്തിൽ ശ്രദ്ധിച്ച് കുറച്ച് വെയിലൊക്കെ കൊള്ളുന്ന ഒരു 18 വയസ്സ് വരെയുള്ള പ്രായക്കാരിൽ വെയിലൊക്കെ കൊള്ളാൻ നമ്മൾ നിർദ്ദേശിക്കുന്ന ഒരു രീതിയാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ള കാൽഷ്യം ഉപയോഗിക്കുവാൻ വേണ്ടി മാത്രമേ സാധിക്കൂ. പിന്നെയും മധുരമൊക്കെ കഴിക്കുന്നവരുടെ പല്ലിൽ നിന്നും അസ്ഥികളിൽ നിന്നും കാൽഷ്യം ചോർന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ തന്നെ വീണ്ടും വീണ്ടും രോഗങ്ങളെ ഉണ്ടാക്കുന്ന സ്വഭാവമാണ് കാണുന്നത്. ഈ ഡോക്ടർ, ഇപ്പോൾ കോവിഡ് കാലമാണ്. ഈ കോവിഡ് കഴിഞ്ഞവർ ആയുർവേദത്തിലൂടെ എങ്ങനെയാണ് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്താനാവുക? എന്ത് ട്രീറ്റ്മെന്റ് ആണ് ആയുർവേദത്തിലൂടെ അവർക്ക് കിട്ടാനാവുക? ആയുർവേദത്തിൽ ഇപ്പോ കോവിഡുമായി ബന്ധപ്പെട്ട് പറയുന്നത് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, മുടി കൊഴിച്ചിൽ, അതുപോലെ സ്മെല്ലും രുചിയും അറിയുവാനുള്ള പ്രയാസം, കാലിന്റെ മുട്ടും അതിന് താഴെയുള്ള ഭാഗത്തുമുള്ള കഴപ്പ്, സ്കിൻ ഡിസീസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഇപ്പൊ കോവിഡിന് പോസ്റ്റ് കോവിഡ് ആയിട്ട് വരുന്നത്. ഇതിനൊക്കെ തന്നെ ആഹാര രീതികളിൽ തന്നെയാണ് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടത്. ചില മരുന്നുകൾ കൂടി ആയുർവേദ സ്ഥാപനങ്ങളിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ ഓരോ കണ്ടീഷൻസും എന്ത് ബുദ്ധിമുട്ടുകളാണ് നമുക്കുള്ളത് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് എന്ത് മരുന്ന് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് കൂടി തീരുമാനിക്കേണ്ടത്. കുട്ടികളിൽ ചിലപ്പോൾ ചവനപ്രാശം പോലെയുള്ള മരുന്നുകളൊക്കെ മതിയാകുന്നുണ്ട്, സുദർശനം ഗുളിക പോലെയുള്ളതൊക്കെ അവർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. അതുപോലെ മുതിർന്ന ആൾക്കാരിലാണെന്നുണ്ടെങ്കിൽ ആരോഗ്യവർദ്ധിനി ഗുളിക അവരുടെ മെറ്റബോളിസം ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നുണ്ട്. ജലദോഷവും അതുപോലുള്ള പ്രയാസങ്ങളും അലർജി രോഗങ്ങളും ഇപ്പോൾ കോവിഡ് കാരണം നേരത്തെ ഉണ്ടായിരുന്നവർക്ക് വീണ്ടും വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ആവശ്യങ്ങൾക്കും നമ്മൾ മരുന്ന് കഴിക്കേണ്ടി വരും. ശ്വാസം മുട്ട് നേരത്തെ ഉണ്ടായിരുന്നവർക്ക് അവരുടെ ശ്വാസം മുട്ട് കൂടിയിട്ടുണ്ട്. എന്ത് ജോലി ചെയ്യുന്നതിനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ നേരത്തെ ഇല്ലാത്ത തരത്തിലുള്ള കിതപ്പും അതുപോലുള്ള പ്രയാസങ്ങളും കൂടിയിട്ടുണ്ട്. സ്റ്റെപ്പ് കയറുന്നതിനും ഇറങ്ങുന്നതിനുള്ള പ്രയാസം. എന്തായാലും ഇതൊന്നും തന്നെ നമ്മൾ ചികിത്സ ചെയ്യാതെ മാറില്ല എന്ന് മനസ്സിലാക്കുക. ചികിത്സ ചെയ്യുവാൻ നിർബന്ധമായും ചികിത്സ ചെയ്യണം. അതിന് ആയുർവേദ ചികിത്സ തന്നെയാണ് നല്ലത്. ആഹാരത്തിൽ എന്തെങ്കിലുമൊക്കെ കുറെ കൂടുതൽ ആഹാരം കഴിച്ചാൽ ഈ കോവിഡിനെ നിയന്ത്രിക്കാം എന്നുള്ള ഒരു ധാരണയുണ്ട്. തെറ്റാണത്. ആഹാരത്തിൽ കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അത് ശരീരത്തിന് ബലത്തെ നൽകുന്ന തരത്തിലേക്ക് ഉള്ള ആഹാരങ്ങളാക്കിക്കൊണ്ട് ക്രമേണ ബുദ്ധിമുട്ടുകൾ മാറുന്ന മുറയ്ക്ക് പോഷണം ലഭിക്കുന്ന ആഹാരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കോവിഡിനെ അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്തുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഡോക്ടർ, ഒരു കോളർ ഉണ്ട്. നീത പറഞ്ഞോളൂ. ഹലോ. ഹലോ. എന്റെ കുട്ടിയും ഭിന്നശേഷിയായ കുട്ടിയാണ്. 12 വയസ്സായി. മോക്ക് വിളർച്ച കാണുന്നുണ്ട്. വൈദ്യുതി നിന്ന് പോകാത്തതാണ് കൂടുതൽ പ്രശ്നം ഇപ്പൊ കണ്ടുവരുന്നത്. ഉറക്കക്കുറവും. ഹലോ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ നീത. ഉറക്കക്കുറവും വയറ്റിന്ന് പോകാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം കുട്ടിക്ക്. ഉറക്കം രാത്രിയിൽ ഉറക്കമില്ല, പകലാണ് കൂടുതലും ഉറങ്ങുന്നത്. ശരി. അപ്പൊ ഇതിന് മറുപടിയായിട്ട് പറയാവുന്നത്, ഒരു 6 വയസ്സ് വരെയുള്ള കുട്ടികളെയൊക്കെ അംഗൻവാടികൾ വഴിയും ഇതിന് അത്യാവശ്യം വേണ്ടുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതിനുശേഷമുള്ള 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ കൂടി കൃത്യമായി ഭക്ഷണകാര്യങ്ങളിൽ ഇടപെടുവാൻ വേണ്ടിയിട്ട് ഇന്ന് നടക്കുന്ന നാഷണൽ ആയുർവേദ ദിനവുമായി ബന്ധപ്പെട്ട് ICDs, WCD ഡിപ്പാർട്ട്മെന്റുമായും ആയുർവേദ വകുപ്പുകളുമായും ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ
ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാർ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇനി വരും. ഈ നിലവിൽ ഇഷ്യൂസ് കുറച്ച് ഉള്ള ഒരു കുട്ടിയാണ് എന്നുള്ളതും കൂടെ പരിഗണിച്ച് മലശോധന തടസ്സപ്പെടുന്ന അവസ്ഥകൾ ഒഴിവാക്കണം. അത് ഏറ്റവും നല്ലത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ആ കുട്ടിക്ക് ചായയൊന്നും കൊടുക്കാൻ പാടില്ല, പകരം ചൂടാക്കി തണുപ്പിച്ച വെള്ളമാണ് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് ഉണക്ക കറുത്ത മുന്തിരി തലേ ദിവസം തന്നെ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയും പിറ്റേന്ന് രാവിലെ പിഴിഞ്ഞരിച്ച് 1 ഔൺസ് ഒരു 30 മില്ലിയോളം രാവിലെ വെറും വയറ്റിൽ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് മലശോധന കിട്ടും. വാഴപ്പഴങ്ങൾ നല്ലതാണ്. ദഹിക്കുവാൻ പ്രയാസമില്ലാത്ത ചെറിയ പഴങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഈ കപ്പപ്പഴമോ അതല്ലെങ്കിൽ നേന്ത്രപ്പഴം, ഏത്തപ്പഴം എന്നൊക്കെ പറയുന്നത് തൽക്കാലം ഒഴിവാക്കുക. അതുപോലെ ഏത് ധാന്യമായാലും തവിടും ഉമിയും ഉള്ളത് മാത്രം കൊടുക്കുക. തവിടും ഉമിയും ഇല്ലാത്ത റിഫൈൻഡ് ആയിട്ടുള്ള ധാന്യാഹാരം, അത് നമ്മൾ പുട്ടോ അല്ലെങ്കിൽ ദോശയോ അപ്പമോ ഒക്കെ ആക്കി കൊടുക്കുന്നതിനനുസരിച്ച് മലശോധന തടസ്സപ്പെടാനാണ് സാധ്യതയുള്ളത്. ബിസ്ക്കറ്റും ബ്രെഡും കേക്കും കൊടുക്കുന്നത് ഒഴിവാക്കുക. കുട്ടിയെ എന്തെങ്കിലും തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം കൂടി രക്ഷകർത്താക്കൾ തന്നെ ഏറ്റെടുത്ത് അതിന് പ്രയോജനപ്പെടുന്ന ആഹാരം മാത്രം കൊടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡോക്ടർ, ശരി, പ്രസവാനന്തരം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? പ്രസവാനന്തരം സ്ത്രീകളെ സംബന്ധിച്ച് കാൽഷ്യം ലെവൽ, അത് വീനിങ് ടൈം, അത് പാല് കൊടുക്കുന്ന ഒരു പ്രായമാണ് എന്നുള്ളത് കൊണ്ട് ആ കുഞ്ഞിന് 2 വയസ്സ് വരെ പാല് കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് ശരീരത്തിൽ കാൽഷ്യത്തിന്റെ ലെവൽ കുറയും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ആദ്യത്തെ ഒരു 12 ദിവസം വരെ മത്സ്യമാംസാദികൾ ഒഴിവാക്കണമെന്നാണ്. അത് കഴിഞ്ഞാൽ ആയുർവേദ ചികിത്സകൾ, ഈ അരിഷ്ടം, ദേഹത്ത് തൈലം പുരട്ടുക, അതുപോലെ ആവിക്കുളി, അങ്ങനെയുള്ള കാര്യങ്ങളും അരിഷ്ടങ്ങൾ കഴിക്കുന്നതിനൊപ്പം ലേഹ്യങ്ങൾ കഴിക്കുക. ആ ലേഹ്യങ്ങൾ അവരുടെ നിലവിലുള്ള പോഷണത്തിനനുസരിച്ച് മാത്രം ഉൾപ്പെടുത്തുക. വണ്ണം കൂടുതലുള്ളവർ വണ്ണം കുറയുന്നതിനുള്ള ലേഹ്യങ്ങളും അരിഷ്ടങ്ങളും ഉപയോഗിക്കുക. നേരെ തിരിച്ചും ചെയ്യുക. അല്ലാതെ എല്ലാവരും കുറെ ഈ വണ്ണം കൂടുന്ന തരത്തിലുള്ള ഒരു ശീലങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. സമയത്ത് ഭക്ഷണം കഴിക്കുക, വെള്ളം ആവശ്യത്തിന് കുടിക്കുക. കാരണം യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. ആ രീതിയിൽ ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കുക. കുഞ്ഞിന് പാല് കിട്ടുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ, ശതാവരിക്കിഴങ്ങ് പോലെയുള്ളതൊക്കെ ഉൾപ്പെടുത്തുക. അതുപോലെ പാലും പാലുൽപ്പന്നങ്ങളും ഒക്കെ ഉൾപ്പെടുത്തുന്നതിന് ഈ സമയത്ത് കുഴപ്പമില്ല. ആഹാരം സമയത്ത് കഴിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ധാന്യാഹാരം വളരെ കൃത്യമാണ്, അത് ചെയ്യുക. കോളയും അതുപോലെയുള്ള സാധനങ്ങളും ബേക്കറി ഐറ്റംസും ഒക്കെ പരമാവധി കുറച്ച്, ജങ്ക് ഫുഡ്സ് കുറച്ച്, നോൺ വെജ് കുറച്ച്, മറ്റ് സസ്യാഹാരങ്ങൾക്കും വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾക്കുമാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. പോഷണത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചാൽ പോഷണം വർദ്ധിച്ചു പോകുന്ന ഒരു സമയവും കൂടിയാണ്. പ്രസവം കൊണ്ട് തന്നെ നന്നായി വണ്ണം കൂടുന്ന ആൾക്കാർ കേരളത്തിൽ വളരെ കൂടുതലാണ്. അതിനേക്കാൾ നല്ലത് അവരുടെ ബോഡി, അവരുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ഷൗക്കത്ത് എന്നൊരു പ്രേക്ഷകനുണ്ട്. ഷൗക്കത്ത്, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ സാർ, ഞാൻ എനിക്ക് 4 വയസ്സായ മോളുണ്ട്. അവക്ക് ഒരു വർഷം മുമ്പ് വരെ അത്യാവശ്യം തടിയൊക്കെ ഉണ്ടായിരുന്നു. ഭക്ഷണം കൂടുതൽ കഴിക്കുന്നുണ്ട്. അതെന്ത് ഭക്ഷണം കഴിക്കും, വയറുവേദന ഇടക്ക് വരും. ഇപ്പൊ എന്താ സംഭവിച്ചാല് കുട്ടി ആവറേജ് ഒരു തൂക്ക കുറവുണ്ട്. 13 കിലോ 13 കിലോ ആയി. ഞങ്ങൾ ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചു. വേണ്ട സമയത്ത് ചികിത്സകൾ നടത്തുന്നുണ്ട്. പക്ഷെ അതിന് മാറ്റം വരില്ല. ഇപ്പൊ ലാസ്റ്റ് ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടു, സ്കാനിങ് എല്ലാ ടെസ്റ്റുകളൊക്കെ നടത്തി. എന്തായിരിക്കും അതിന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു കുഞ്ഞ് ജനിച്ചാൽ അതിന്റെ തുടക്കത്തിൽ വണ്ണം അല്ലെങ്കിൽ ഭാരം കൂട്ടുന്ന അത്രയും അളവിലല്ല പിന്നീട് വണ്ണം കൂടുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ അവിടെ ആ കുട്ടിയുടെ ശരീരഭാരം കൂടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഇടപെടേണ്ടത് എന്ന് സാർ. തുടക്കത്തിൽ പാല് മാത്രം കുടിച്ച് വളരുന്ന കുട്ടി അത് കഴിഞ്ഞ് അതിന്റെ മാനസികമായിട്ടുള്ള വളർച്ച പോലും ഉണ്ടാകേണ്ടുന്ന രീതിയിലാണ് ഭക്ഷണവും ക്രമീകരിക്കേണ്ടത്. ഈ കുട്ടിയെ സംബന്ധിച്ച് അതിന്റെ മൈൻഡ് സെറ്റ് ഒരു പക്ഷേ കൂടുതൽ ആഹാരം കഴിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അത് പലപ്പോഴും അവരവരുടെ കാര്യം മാത്രമല്ല, നിർബന്ധിച്ചു ഭക്ഷണം കൊടുക്കുന്നവരുടെ കൂടി കാര്യമാണ്. നിരവധി ആഹാരങ്ങൾ, വിവിധങ്ങളായിട്ടുള്ള ആഹാരങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല നിറത്തിലും രുചിയിലും ആകൃതിയിലുമുള്ളത് കാണുമ്പോൾ കഴിച്ചു പോകുന്ന മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ പോലുമുണ്ട്. ഇവരൊക്കെ അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് ആ അമിത ഭക്ഷണത്തെ ദഹിപ്പിക്കുവാൻ തന്നെ കഴിയാത്ത വിധത്തിൽ നമ്മുടെ മെറ്റബോളിസം മാറുകയും നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ മാറുകയും അഗ്നിദീപ്തി അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി വീണ്ടും കുറഞ്ഞു പോകുകയുമാണ് ചെയ്യുന്നത്.
അപ്പോൾ വീണ്ടും എത്രമാത്രം ആഹാരം കഴിച്ചാലും അത് ശരിയായിട്ട് ദഹിപ്പിക്കുന്നതിനും ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നതിനും അസിമിലേറ്റ് ചെയ്യുന്നതിനും വേണ്ടാത്ത ബേസ് പ്രോഡക്ട്സിനെ സമയത്ത് ഇവാക്യുവേറ്റ് ചെയ്ത് പുറത്തേക്ക് കളയുന്നതിനും സാധിക്കാത്ത അവസ്ഥയിലേക്ക് ശരീരം മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. കുട്ടികളുടെ വളർച്ചയിൽ ഇക്കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അമിതാഹാരം ആപത്താണ്. അതുപോലെ കഴിക്കേണ്ടുന്ന ആഹാരങ്ങൾ എന്ത് ഗുണം ചെയ്യുന്നു, ഈ ആഹാരം ഞാൻ കഴിച്ചാൽ എനിക്കെന്ത് ഗുണമുണ്ട് എന്ന് കഴിക്കുന്ന ആളും കൊടുക്കുന്ന ആളും അറിയണം. അതല്ലാതെ രുചി മാത്രം നോക്കിയിട്ട് കഴിക്കുവാനുള്ളതല്ല ഭക്ഷണം. ഇപ്പൊ ഉദാഹരണത്തിന് ചെറുപയർ നമ്മൾ അതിന്റെ വെള്ളം വറ്റിച്ച് അതല്ലെങ്കിൽ നമ്മൾ തിളപ്പിച്ചൂറ്റി അല്ലെങ്കിൽ വേവിച്ച് ഒക്കെ കഴിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ചെറുപയർ വെച്ചൊരു പായസം ഉണ്ടാക്കി കഴിച്ചാൽ. അപ്പൊ ദഹിക്കുവാനുള്ള പ്രയാസം എങ്ങനെയാണ് എന്നും ഏത് തരത്തിലുള്ളതാണ് ആവശ്യമായതെന്നും മനസ്സിലാക്കി വേണം ഭക്ഷണം ഉൾപ്പെടുത്തുവാൻ. തൽക്കാലം ആ കുട്ടിക്ക് കുറച്ചുകൂടെ പഴവർഗ്ഗങ്ങളും ആവശ്യത്തിന് വെള്ളവും ഒക്കെ കൂടുതൽ കൊടുക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമിത വിശപ്പ് തോന്നാതിരിക്കുവാൻ വേണ്ടിയിട്ട് കൂടി സഹായിക്കുന്നതാണ് ധാന്യാഹാരങ്ങൾ ഉമിയും അവിടുമുള്ളത് കൊടുക്കുകയും ചെയ്താൽ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ കൊടുക്കുന്ന ദോശ, ഇഡലി, അതുപോലെ ഇടിയപ്പം, പുട്ട് ഇവയെല്ലാം തന്നെ സമയത്ത് വിശക്കാതിരിക്കുവാൻ കൂടി കാരണമാകുന്ന ഭക്ഷണങ്ങളാണ് എന്ന് തിരിച്ചറിയണം. അത് തന്നെ ഉഴുന്ന് ചേർത്ത് കൊടുത്താൽ വീണ്ടും വിശപ്പ് കുറയും. അത് തന്നെ എണ്ണയിൽ പാകപ്പെടുത്തി ദോശയും മസാല ദോശയും ആക്കി കൊടുത്താൽ വീണ്ടും വിശപ്പ് കുറയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കുട്ടികളെ സംബന്ധിച്ച് നെയ്യ് കൊടുക്കുന്നത് വിശപ്പിനെ വർദ്ധിപ്പിക്കും, മോര് കൊടുക്കുന്നത് വിശപ്പിനെ വർദ്ധിപ്പിക്കും, പാല് കൊടുത്താൽ വിശപ്പ് കുറയും, ഉഴുന്ന് കൊടുത്താൽ വിശപ്പ് കുറയും, അപ്പോൾ ചെറുപയർ കൊടുത്താൽ വിശപ്പ് കൂടും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അത് തൊട്ടടുത്തുള്ള ഒരു ആയുർവേദ ഡിസ്പെൻസറിയിലെ ഡോക്ടറോട് കൂടി സംസാരിച്ച് ആ കുട്ടിയുടെ ഒരു ഇപ്പോഴുള്ള ആരോഗ്യത്തിനനുസരിച്ചുള്ള ഭക്ഷണ രീതി ഒന്ന് ഫിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡോക്ടർ നീത എന്നൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. നീത സംസാരിച്ചോളൂ. നീതയല്ല, രേഷ്മയാണ് ചേരുന്നത് ആലപ്പുഴ നിന്നും. രേഷ്മ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ രേഷ്മ ചോദിച്ചോളൂ. എൻ്റെ പേര് രേഷ്മ. എനിക്ക് 25 വയസ്സുണ്ട്. എനിക്കിപ്പോ ഹീമോഗ്ലോബിൻ 10 കാണിക്കുന്നത്. അപ്പോ അതുകൊണ്ട് വല്ല പ്രോബ്ലം? തീർച്ചയായിട്ടും നമുക്ക് ഷുഗർ കൂടിയാൽ കുഴപ്പമുള്ളതുപോലെ ഷുഗർ കുറഞ്ഞാലും കുഴപ്പമുണ്ടല്ലോ. അതുപോലെ രക്തസമ്മർദ്ദം കൂടിയാൽ ചില കുഴപ്പങ്ങൾ, കുറഞ്ഞാൽ വേറെ ചില കുഴപ്പങ്ങൾ. ഇതുപോലെ ഹീമോഗ്ലോബിൻ ലെവൽ 12 വേണം. അതുകൊണ്ടാണ് 12 ആകണ്ടേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള പരിപാടികൾ മുഴുവൻ, അവയർനെസ് പ്രോഗ്രാംസ് മുഴുവൻ നടക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് മുട്ട കഴിക്കാൻ ആഗ്രഹം തോന്നുമ്പോൾ നിങ്ങൾ കുറച്ച് മുരിങ്ങയിലയും ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ട് മുട്ട പാകപ്പെടുത്തി കഴിക്കണം. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ തന്നെ ഈ മുരിങ്ങയില തന്നെ ആകട്ടെ അല്ലെങ്കിൽ മറ്റ് ഇലക്കറികളാകട്ടെ, ഇലക്കറികൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഇരുമ്പ് ചട്ടിയിൽ തന്നെ പാകപ്പെടുത്തി കഴിക്കണം. മോര് കഴിക്കണം, നാരങ്ങ നീര് ചേർത്ത് സാലഡ് കഴിക്കണം, ഗ്രീൻ സാലഡ് കഴിക്കണം, ഫ്രൂട്ട് സാലഡ് കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം. നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പഴങ്ങളുണ്ട്, ആ പഴങ്ങൾ കഴിക്കാം. ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ബേംസിന്റെ, കൃമിയുടെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ്. ESR, എരിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ് പരിശോധിക്കണം. തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം. വണ്ണം, BMI നോക്കിയിട്ട് കൂടുതലാണോ എന്നുള്ള കാര്യം അറിയണം. ഇവയെല്ലാം വെച്ചുകൊണ്ട് 12 ആക്കി വെക്കുക. അതാണ് ആരോഗ്യത്തിന് നല്ലത്. അതല്ലെങ്കിൽ ചില കണ്ടീഷൻസിലെങ്കിലും ഹീമോഗ്ലോബിൻ കുറഞ്ഞിരിക്കുന്നത് കാരണം ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. 11 എന്ന് പറയുന്നത് തീരെ കുറവാണെന്ന് കരുതാൻ കഴിയില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം 6, 7 ഒക്കെ ഹീമോഗ്ലോബിൻ ഉള്ള ആൾക്കാർ പോലും കേരളത്തിൽ ഇന്ന് വളരെയേറെ ഉണ്ട്. അതൊക്കെ തന്നെ ആഹാരം കഴിക്കാത്തത് കൊണ്ടല്ല, കഴിക്കുന്ന ആഹാരങ്ങൾ ശരീരത്തിന് പ്രയോജനപ്പെടാത്തത് കൊണ്ടാണ്. ആ അവസ്ഥകൾ തിരിച്ചറിഞ്ഞ് ആഹാരം എന്താണ് നമുക്ക് പ്രയോജനം ചെയ്യുന്ന ആഹാരം എന്ന് മനസ്സിലാക്കിയുള്ള ഒരു പഠന സമ്പ്രദായം കൂടി ഉണ്ടാകേണ്ടതുണ്ട്. ഏത് ആഹാരം എടുത്താലും കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം, ഇതെനിക്ക് ഗുണം ചെയ്യുമോ, ദോഷമാണോ ചെയ്യുന്നത്, ആരോഗ്യത്തെ ഉണ്ടാക്കുമോ, അത് രോഗത്തെയാണോ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഡോക്ടർ. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ ക്യൂ തുടരും. ഡോക്ടർ ക്യൂയിലേക്ക് തിരികെ. ഡോക്ടർ, കുട്ടികളിൽ ജനനം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതായത് മുലയൂട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത്?
ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒന്ന്, പരമാവധി ആ കുട്ടിക്ക് 6 മാസം വരെ നമ്മൾ മുലപ്പാൽ മാത്രമാണ് കൊടുക്കാൻ പറയുന്നത്. ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളത് പോലെ തന്നെ പരമാവധി മരുന്നുകൾ കൂടി കൊടുക്കാതിരിക്കുവാനുള്ള രീതിയിൽ അതിന്റെ ആരോഗ്യാവസ്ഥ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പകർച്ചവ്യാധികൾ പലതും വരാം, അതുകൊണ്ട് പകർച്ചവ്യാധികളൊന്നും വരാത്ത വിധത്തിൽ കുട്ടിയെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അമ്മയും അതുപോലെ ആരോഗ്യത്തോടെ ഇരിക്കുക. അമ്മ കഴിക്കുന്ന ആഹാരങ്ങളും കുട്ടികൾക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 6 മാസം വരെ പരമാവധി മുലപ്പാൽ മാത്രം കൊടുക്കുവാനുള്ള രീതിയിൽ കുട്ടികളെ കൈകാര്യം ചെയ്യുക എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. 6 മാസം കഴിഞ്ഞാൽ കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൽ ഒരു കാര്യം കൂടെ പ്രധാനമായി ശ്രദ്ധിക്കണം. നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനും രോഗങ്ങളൊന്നും വരാതെ നോക്കുന്നതിനും വേണ്ടിയിട്ട് ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല ശ്രദ്ധ കൊടുക്കേണ്ടത്. ആ കുട്ടിയെ രാവിലെ എപ്പോൾ എഴുന്നേൽക്കണം എന്നുള്ള കാര്യങ്ങൾ ശീലിപ്പിക്കുന്നത് മുതൽ, അതുപോലെ തന്നെ എന്ത് കഴിക്കുന്നു എന്നുള്ളത് ശീലിപ്പിക്കുന്നത് മുതൽ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മുതൽ, എപ്പോഴൊക്കെ ഉറങ്ങുന്നു എന്നുള്ളത് മുതൽ, ഈ നമ്മുടെ ഇമ്മ്യൂണോ മോഡുലേറ്റർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരാളിന്റെ ആരോഗ്യത്തെ വളരെ കാര്യമായി ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് പോഷണം എന്നുള്ള ഘടകം പോലും ഭക്ഷണത്തെ മാത്രമായി ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. തീരെ ചെറുതിലെ തന്നെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു തുടങ്ങുക ഇതെല്ലാം. തീരെ ചെറിയ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉറങ്ങുവാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ വളർന്നു വരുന്നതിനനുസരിച്ച് അവരുടെ ഉറക്കം കുറയുകയും ആക്ടിവിറ്റി കൂടുകയുമാണ് ചെയ്യുന്നത്. പല്ല് മുളയ്ക്കുന്ന പ്രായത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, അതോടൊപ്പം തന്നെ അവർ ശീലിക്കുന്ന ഭക്ഷണങ്ങൾ പിന്നെയും അവർ ഇഷ്ടപ്പെടുവാൻ കാരണമാകുന്നു എന്നുള്ളത്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. നമുക്ക് എളുപ്പമുണ്ട് എന്ന് തോന്നുന്ന ഭക്ഷണങ്ങൾ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. ഉദാഹരണത്തിന് ബിസ്ക്കറ്റ് കൊടുക്കുന്നതും ബ്രെഡ് കൊടുക്കുന്നതും പുറത്തുനിന്ന് വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുന്നതും ഒക്കെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഓട്സ് കാച്ചി കുടിക്കുന്ന കുട്ടികൾ പോലും ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ ഞങ്ങൾ പലയിടത്തും പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ഒരു കാരണവശാലും കുട്ടികളിൽ ശീലിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. അതുപോലെ തന്നെയാണ് പ്രിപ്പയർഡ് ആയിട്ടുള്ള നമ്മുടെ ആഹാരം എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണം. പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ആഹാരങ്ങളിൽ എരിവും പുളിയും എല്ലാം കൂടുതലായിരിക്കും. ഈ 6 രസങ്ങളെ കുറിച്ചാണ് ആയുർവേദം പറയുന്നത്. 6 രസങ്ങളുമുള്ള ആഹാരങ്ങളാണ് ശീലിക്കേണ്ടത്. അല്ലാതെ ഇതിൽ ഏതെങ്കിലും രുചിയുള്ള എരിവോ പുളിയോ അതല്ലെങ്കിൽ ഉപ്പോ ചവർപ്പോ കയ്പോ ഒക്കെ കൂടുതലുള്ള ആഹാരങ്ങൾ കുട്ടികൾ ശീലിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അച്ചാറ് കഴിക്കാൻ പാടില്ല, അങ്ങനെ ശീലിപ്പിക്കരുത്, ഉപ്പിലിട്ടത് കൂടുതൽ കഴിച്ച് ശീലിക്കരുത് എന്നൊക്കെ കുട്ടികളെ നിർബന്ധിക്കുവാൻ കാരണമാകുന്നത്. ഈ വീട്ടിൽ നമ്മൾ ചായ ഉണ്ടാക്കി കുടിക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് കൂടി ഒരു ആകാംക്ഷ എന്നുള്ള രീതിയിൽ ചായ അതിന് കുടിക്കാൻ തോന്നും, നമ്മൾ ഒഴിച്ചു കൊടുക്കും. ആ കുട്ടി ചായ ആവശ്യമില്ലാതെ രാവിലെ വെറും വയറ്റിൽ ഈ നല്ല ചൂട് ചായ കുടിച്ചു ശീലിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് കാണുന്ന പല രോഗങ്ങളും, ആസിഡിറ്റി തുടങ്ങി പല രോഗങ്ങളും ഈ ഒരൊറ്റ കാരണം കൊണ്ട് പോലും ഉണ്ടാകാവുന്നതാണ്. അപ്പൊ അത് നമ്മൾ കൊടുക്കുന്ന എല്ലാ ആഹാരവും നമ്മൾ കൂടി അറിഞ്ഞിരിക്കണം. കുട്ടികളെ പുറത്തൊക്കെ കളിക്കാൻ വിടണം, സൂര്യപ്രകാശം കൊള്ളിക്കണം, സൈക്കിൾ വാങ്ങി കൊടുക്കാവുന്ന പ്രായത്തിൽ ആ പ്രായത്തിൽ സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കണം. അതുപോലെ ഇപ്പോഴുള്ള കോവിഡ് പ്രോട്ടോകോൾ ഒക്കെ അനുസരിച്ച് ഇതുപോലെയുള്ള കോവിഡിന്റെ കാലത്ത് മാത്രമല്ല, പകർച്ചവ്യാധികൾ ഉള്ള സമയത്തെല്ലാം എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കുവാൻ സാധിക്കുമോ അതെല്ലാം നമ്മുടെ ആരോഗ്യ സംരക്ഷണാർത്ഥം പരിപാലിച്ചുകൊണ്ടും കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടും തന്നെയാണ് കുട്ടികളെ വളർത്തേണ്ടത്. ശരി ഡോക്ടർ. ആയുർവേദ ദിനത്തിൽ ഡോക്ടർ ഷർമദ് ഖാനാണ് ഇത്രയും നേരം നമുക്കിപ്പം ചെലവഴിച്ചത്. ഡോക്ടർ ക്യൂ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.